സഹനം എന്ന കഥയുടെ തുടർഭാഗം. അപ്പായുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം സുഹൃത്തിനെ കണ്ടിട്ടില്ല. ഇപ്പോൾ ബോധം വീണു തുടങ്ങിയിട്ടുണ്ട്. 2-3 ദിവസത്തിനകം റൂമിലേക്ക് മാറ്റാൻ സാധിക്കുമായിരിക്കും. ബാക്കിയൊക്കെ അവിടെ കിടന്ന് അനുഭവിച്ചോളും. ജനിപ്പിച്ച കുഞ്ഞിന് പാല് കൊടുത്താൽ കൂടെ കിടത്തിയാൽ സൗന്ദര്യം പോകുമെന്ന് പറഞ്ഞവരുടെ സൗന്ദര്യം ഇപ്പോൾ ഒന്ന് കാണണം. മോനെ വേണ്ട, കളിയാക്കണ്ട, എത്രയായാലും വേണ്ട. എനിക്കത് കേൾക്കണ്ടപ്പ. എൻ്റെ അമ്മയല്ല അപ്പ, അത് പറയണ്ട. എനിക്കത് കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. മോനെ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. വേണ്ട, ഇനി അത് ഞാൻ സമ്മതിക്കില്ല. ഇനിയും എൻ്റെ അപ്പ തോൽക്കാൻ. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് മാറ്റി. അപ്പോഴേക്കും അവരെ നോക്കേണ്ടത് എൻ്റെ ചുമതലയായി. എന്ന് 3 പ്രാവശ്യം അവരെ സന്ദർശിക്കണം. കളക്ടറല്ലേ. എൻ്റെ മുഖം ഒരു പ്രാവശ്യം പോലും കാണാൻ ഞാൻ അനുവദിച്ചില്ല. ഡിസ്ചാർജിൻ്റെ അന്ന് അവർ ഡോക്ടറുടെ വീട് എവിടെയാണെന്ന് വളരെ ബുദ്ധിമുട്ടി ചോദിച്ചു. ഇടുക്കിയിലാണെന്ന് ഞാൻ പറഞ്ഞു. ഇടുക്കിയിലെവിടെ? തൊടുപുഴയെന്ന് പറഞ്ഞു. കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന മട്ട് കാണിച്ചു ഞാൻ. ഇനി അവർ നിവർന്ന് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും. 2 കാലം നേരെയാകണമെങ്കിൽ കുറേയേറെ ബുദ്ധിമുട്ടേണ്ടി വരും. എങ്കിലും ഒരു കാലിൻ്റെ കാര്യം കണ്ടറിയണം. പഴയ സോഫിയുടെ പ്രേതമെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡോക്ടർ ഒരിക്കലും രോഗിയെ കളിയാക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ടോമിനെ ഉപദേശിച്ചു. അപ്പച്ചനും അമ്മച്ചിയും സോഫിയുടെ അവസ്ഥ അറിഞ്ഞു. അവർക്കത് വിഷമമായി. നമുക്കൊന്ന് പോകണ്ടേ മോനെ? എത്രയായാലും അവൾ മുഴുമിപ്പിക്കാൻ ടോം സമ്മതിച്ചില്ല. അവരാരുമല്ല. അവരുടെ കാര്യം ഇവിടെ ആരും പറയണ്ട. പണ്ട് ഞാൻ വിശന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് അസുഖം വന്നപ്പോഴും എന്നെ നോക്കേണ്ട ഓരോ സന്ദർഭങ്ങളിലും അവരെവിടെയായിരുന്നു? അനാഥാലയങ്ങളിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇതുപോലുള്ള അമ്മമാരുടെ. അതുപോലെയുള്ളൂ. ഒരു ദിവസം സ്കൂളിലേക്ക് പോകുവാൻ ഇറങ്ങുമ്പോൾ ഒരു ഫോൺ കോൾ വന്നു. അത് മറ്റാരുമല്ല, സോഫിയുടെ ആയിരുന്നു. ആദ്യം ഞാനത് അറ്റൻഡ് ചെയ്തില്ല. വീണ്ടും ബെല്ലടിക്കുന്നത് കേട്ടിട്ടും എടുക്കാതിരിക്കാനായില്ല. ഞാൻ എടുത്തു. ഹലോ. മറുവശത്തുനിന്നും സോഫിയുടെ ഇടറിയ ശബ്ദം. അടുത്ത ഭാഗവുമായി നാളെ കാണാം.